ഹലോ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും 2025 ജനുവരി 24 മലയാള മനോരമ ദിനപത്രം കണ്ടായിരുന്നു അല്ലേ? ഏറെ പ്രത്യേകതകളോടുകൂടിയാണ് മനോരമ ആ പത്രം അച്ചടിച്ചത്. ജനുവരി 24, 2050 തിങ്കൾ എന്നാണ് ഡേറ്റ് വെച്ചത്. എന്താണ് അതിൻ്റെ പ്രത്യേകതയെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ആഴക്കടൽ ഇനി ആൾക്കടൽ എന്ന ഹെഡിങ്ങോടെ കടലിനടിയിലൊരുക്കിയ കൗതുകകരമായ കരിമരുന്ന് പ്രയോഗത്തിൻ്റെ മായിക അന്തരീക്ഷത്തിൽ ആദ്യ സമുദ്ര നഗരത്തെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. ആദ്യമായി തന്നെ ചരിത്രവും ഭാവിയും കൈകോർത്തപ്പോൾ ഉണ്ടായ സമുദ്ര നഗരമാണ് ഓഷ്യാനസ്. പുതുതായി പാർക്കാനൊരുങ്ങിയ 100,000-ഓളം പേരെ ഹാർദവമായി വരവേൽക്കുന്ന ഒരു നഗരം. 2075 ഒന്നുകൂടി മോഡിഫിക്കേഷൻ നടത്തും എന്നാണ് പറയുന്നത്. അടുത്തതായി പറയുന്നത് നമ്മുടെ പേപ്പർ കറൻസിയെ പറ്റിയാണ്. ഇനി ഡിജിറ്റൽ കറൻസി മാത്രമേ ഉണ്ടാകൂ, പേപ്പർ കറൻസി ഇല്ല. 2050 ഫെബ്രുവരി 1 മുതൽ രാജ്യത്ത് പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രമായിരിക്കുമെന്നാണ് റിസർവ് ബാങ്ക് പറയുന്നത്. കള്ളപ്പണം പൂർണ്ണമായും ഒഴിവാക്കാനാണ് ഈ പദ്ധതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് പറയുന്നത് റോബോ മന്ത്രിയെക്കുറിച്ചാണ്. റോബോട്ടിക് മന്ത്രി. അഴിമതി തുടച്ചു നീക്കുക എന്നതാണ് മന്ത്രി ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം. 2050 ഫിഫ ഗോളാന്തര കപ്പ് ഫൈനൽ കണ്ടത് 500 കോടി ആരാധകരാണ്. കിരീടം പങ്കിട്ടത് ഭൂമിയും ചൊവ്വയും. സൗരയൂഥത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 500 കോടി ആരാധകർ കണ്ട മത്സരത്തിലൂടെ പിറന്നത് പുതുചരിത്രം. ചൊവ്വയിലെ കുറഞ്ഞ ഗുരുത്വാകർഷണവുമായി കളിക്കാൻ പൊരുത്തപ്പെടുന്നതിന് പ്രത്യേക നിയന്ത്രണ സംവിധാനം ഒരുക്കിയിരുന്നു. എന്തല്ലേ! മാത്രമല്ലാട്ടോ, AI മൂലം ഒഴിവായ വൻ ദുരന്തത്തെപ്പറ്റിയും പറയുന്നുണ്ട്. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉരുൾപൊട്ടൽ പ്രവചിച്ചത് മൂലമാണ് വൻ ദുരന്തം ഒഴിവായത്. കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത ജിയോഗോൾഡ് സംവിധാനത്തിന്റെ സഹായത്തോടെയാണ് ഈ നേട്ടമെന്നും പറയുന്നുണ്ട്. മറ്റൊരു സന്തോഷ വാർത്ത, ജനീവയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ ഒരൊറ്റ ലോകം ഒരൊറ്റ ജനത കോൺക്ലേവിൽ വെച്ച് അതിർത്തി രക്ഷാ സേനകളെ പിൻവലിക്കുന്നതിനുള്ള കരാറിൽ ലോക നേതാക്കൾ ഒപ്പുവെച്ചു. യുദ്ധങ്ങളിനി ചരിത്രത്തിന്റെ ഭാഗമായി മാറും. യുദ്ധോപകരണങ്ങൾ പുനഃചംക്രമണം ചെയ്ത് നിത്യോപയോഗ സാമഗ്രികൾ നിർമ്മിക്കാനാണ് കോൺക്ലേവിലെ തീരുമാനം. ഇതൊക്കെയായിരിക്കും 2050 വാർത്തകൾ. ഇങ്ങനെ ക്രാന്തദർശിത്വം കാണിച്ച മനോരമയ്ക്ക് നമുക്കൊരു കയ്യടി കൊടുക്കാം അല്ലേ?